നമസ്കാരം. 2023 ഓട്ടോ എക്സ്പോയിൽ ജിംനി 5 ഡോർ SUV-ക്കൊപ്പം മാരുതി കൊണ്ടുവന്ന കാറാണ് ഫ്രോങ്സ്. 2023 ഏപ്രിലിലാണ് മാരുതി ഫ്രോങ്സിന്റെ വില പ്രഖ്യാപിച്ചത്. മാരുതിയെ വരെ ഞെട്ടിച്ച് ആഭ്യന്തര കയറ്റുമതി വിപണികളിൽ വമ്പൻ ഹിറ്റായി മാറാൻ ഫ്രോങ്സിന് സാധിക്കുകയായിരുന്നു. വമ്പൻ ഹൈപ്പിൽ വന്ന ജിംനി ആകട്ടെ വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചതുമില്ല. അതിനെ വരെ സൈഡാക്കിയാണ് സർപ്രൈസ് ഹിറ്റായി ഫ്രോങ്സ് മാറിയത്. സബ് കോമ്പാക്ട് ക്രോസ് ഓവർ SUV അതിന്റെ സ്പോർട്ടിയർ ഡിസൈനും അതുപോലെ തന്നെ പെപ്പി പെർഫോമൻസും കൊണ്ട് തന്നെ എതിരാളികളിൽ നിന്ന് സ്വയം വേറിട്ട് നിൽക്കുകയായിരുന്നു. മാരുതിയുടെ വാഹനം ഹിറ്റായതോടെ തന്നെ ടൊയോട്ടയും ഇതിന്റെ റീമാർജിന്റെ പതിപ്പായി ടൈസർ ഇറക്കിയിരുന്നു. അതും വലിയ ക്ലിക്കായിട്ടുണ്ട്. എന്നാലും ഇന്ത്യയിൽ ഇന്ന് ഇപ്പോൾ 2 എഞ്ചിൻ ഓപ്ഷനുകളിൽ മാരുതി ഫ്രോങ്സ് ലഭ്യമാണ്. 1.2 ലിറ്റർ K സീരീസ് പെട്രോൾ എഞ്ചിനും കൂടുതൽ കരുത്തുറ്റ 1.0 ലിറ്റർ K സീരീസ് ടർബോ പെട്രോൾ എഞ്ചിനുമാണ് അവ. 1.2 ലിറ്റർ എഞ്ചിൻ 89.73 PS പവറും 113 Nm ടോർക്കും നൽകുന്നുണ്ട്. അതേസമയം ടർബോ ചാർജർ പതിപ്പ് 100.06 PS പവറും 147.6 Nm ടോർക്കും നൽകുന്ന തരത്തിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. 1.2 ലിറ്റർ എഞ്ചിന് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ടർബോ വേരിയന്റിന് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും തിരഞ്ഞെടുക്കാൻ സാധിക്കും. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഫ്രോങ്സിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. ബോൾഡ് ഫ്രണ്ട് ഫാസിയ, കണ്ണഞ്ചിപ്പിക്കുന്ന ഗ്രില്ല്, ഷാർപ്പ് LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കാറിന്റെ എയറോഡൈനാമിക് റിയർ സെക്ഷൻ കൂപ്പേ രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പ്രിസിഷൻ കട്ട് അലോയ് വീലുകൾ, ഫുൾ LED റിയർ ലൈറ്റുകൾ എന്നിവ വാഹനത്തിന് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. ഈ ഡിസൈൻ എലമെന്റുകൾ ഫ്രോങ്സിന്റെ റോഡ് പ്രസൻസ് ഉയർത്തുന്നുവെന്ന് മാത്രമല്ല സബ് 4 മീറ്റർ SUV വിഭാഗത്തിൽ അതിനെ വേറിട്ട് നിർത്തുകയും ചെയ്യുന്നുണ്ട്. 9-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഹെഡ്-അപ്പ് ഡിസ്പ്ലേ, വയർലെസ് ചാർജർ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടെയാണ് മാരുതി ഫ്രോങ്സ് വരുന്നത്. 360-ഡിഗ്രി വ്യൂ ക്യാമറ, റിയർ AC വെന്റുകൾ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ, ക്രൂസ് കൺട്രോൾ, യാത്രക്കാരുടെ സൗകര്യത്തിനായി റിയർ ഫാസ്റ്റ് ചാർജിംഗ് USB പോർട്ടുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇൻഫോഗ്രാഫിക്സ് പ്രദർശിപ്പിക്കുന്ന റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ എന്നിവയുൾപ്പെടെ നിരവധി സേഫ്റ്റി ഫീച്ചറുകളും സമഗ്രമായ കണക്ടിവിറ്റി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിൽ 2024 ഒക്ടോബറിൽ മാരുതി ഫ്രോങ്സ് ജാപ്പനീസ് വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ മാരുതി സുസുക്കി SUV ആയിരുന്നു ഫ്രോങ്സ്. ജപ്പാനിൽ സുസുക്കി ബാർജിങ്ങിലാണ് ഫ്രോങ്സ് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത്. ജപ്പാനിൽ ബ്രസയിൽ കാണപ്പെടുന്ന 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് ഫ്രോങ്സിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ഫ്രോങ്സിന് കമ്പനി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ സ്വീകരണമാണ് ജപ്പാൻകാർ നൽകുന്നത്. സുസുക്കി പ്രതീക്ഷിച്ചതിനേക്കാൾ 9 മടങ്ങ് ഓർഡറുകളാണ് രാജ്യത്ത് നിന്ന് ലഭിക്കുന്നത്. 9000 ഓർഡറുകൾ ഫ്രോങ്സിന് ലഭിച്ചതായി കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബറിൽ മാത്രം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 7070 യൂണിറ്റിലെത്തിയിട്ടുണ്ട്. താങ്ങാനാവുന്ന വില തന്നെയാണ് ജപ്പാനിൽ ഫ്രോങ്സ് ജനപ്രിയമാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ജപ്പാനിൽ ഇതിന്റെ വില ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 14,25,000 രൂപ മുതൽ 15,36,000 രൂപ വരെയാണ് വരുന്നത്. ഏതായാലും ഇന്ത്യയിൽ എന്ന പോലെ തന്നെ ഫ്രോങ്സ് ജപ്പാനിലും ക്ലിക്ക് തന്നെയാണ്.